ഈ സ്വർണ്ണത്തൊല്ലൊക്കെ അമ്മ എവിടെ കൊണ്ടാ വെച്ചിരിക്കുക? കാണുന്നില്ല. ആരാ എന്റെ മുറിയില്? ചോദിച്ചത് കേട്ടില്ലേ? ആരാ എന്റെ മുറിയിൽ നിന്ന്? ഞാൻ മിണ്ടാമോലെ ആരാന്ന് ചോദിച്ചത് ഇപ്പം മിണ്ടായിരുന്നോടാ? ആരാ? ആ നീയായിരുന്നോ? നിന്നോട് അലമാര തുറക്കരുതെന്ന് പറഞ്ഞില്ലടാ. അതെവിടെ നിൽക്കട്ടെ. അപ്പൊ കണ്ണ് കാണാല്ലേ? ഞാനിതെല്ലാം കറക്റ്റ് സ്ഥലത്തുണ്ടോന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാ. ആ അങ്ങനെ ഇപ്പൊ നോക്കണ്ട. വേണ്ടതേ സഹായിക്കാമെന്നോ അതിപ്പോ ഉപദ്രവായോ? എന്നാ നോക്കുന്നു? ഇവിടെ ഒന്നുമില്ല. കഷ്ടം തന്നെ കേട്ടാ. മക്കളെ പോലെ ഒരു വിശ്വാസവും ഇല്ല. ഇറങ്ങിപ്പോടാ എന്റെ റൂമിൽ നിന്ന്. ഇറങ്ങി പോകാൻ അങ്ങോട്ട്. എന്തിന് പോവില്ല നീ? ഓ എന്നാ പോവിളിപ്പം. ആ പോടാ എളുപ്പം. ആ ഗാന്ധാരി സിൻഡ്രോം പിടികിട്ടി. ഗാന്ധാരി കൊണ്ട് കണ്ണും മൂടി കെട്ടി ഇത് കണ്ണട വെച്ചോണ്ട് ആൾക്കാരെ പറ്റിച്ചോണ്ട് നടക്കുക. നാണമില്ല. എന്തൊന്നും നാണമില്ല. എനിക്കൊരു നാണമില്ല. നിന്നോട് അവിടെ നിൽക്കരുത്. ബഹളം വയ്ക്കുന്നതിനാ? പരിശോധിക്കാൻ വന്നിരിക്കുന്നു. അമ്മയ്ക്ക് കണ്ണ് കാണത്തില്ല നിന്നോട് ആരാ പറഞ്ഞേ? നിങ്ങൾക്ക് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ അമ്മ പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ? ഇടി അത് കള്ളത്തരെ വാടി. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? അമ്മയ്ക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന്. അതാ ഞാൻ ചോദിച്ചേ, അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത് എന്ന്. അതെ, ഞാൻ അമ്മയുടെ മുറിയിൽ പോയിട്ട് ആ അലമാരിയൊക്കെ തുറന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ കണ്ണും തുറന്ന് ബഹളം വെച്ച് അവിടെ വന്നില്ലേ? അന്ന് നമ്മളെ റൂമിൽ അലമാരിയില്ലേ പോയി നോക്കാൻ വേണ്ടിട്ട്? എന്താടി ഇത്? എൻ്റെ അച്ഛൻ്റെ സ്വർണ്ണപ്പല്ല് അമ്മയുടെ അലമാരിലല്ല, പിന്നെ നമ്മുടെ മുറിയിലെ അലമാരിലാണോ ഇരിക്കുന്നത്? മോഷ്ടിക്കാൻ പോയതാണല്ലേ? മോഷ്ടിക്കാൻ പോയതല്ല. എനിക്ക് കൂടെ അവകാശപ്പെട്ടൊരു സാധനം ഒന്ന് തപ്പി നോക്കി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം. നിങ്ങൾക്ക് നാണുണ്ട് അമ്മയുടെ അലമാരയിൽ മോഷ്ടിക്കാലം പോയി. ഇതെല്ലാം കണ്ടിട്ടല്ലേ നമ്മളെ മക്കൾ പഠിക്കുന്നത്? എൻ്റെ അമ്മയുടെ അലമാരി തപ്പുന്നത് ഞാൻ എന്തിനാണ് കാണിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാൻ കാണിക്കുന്ന കണ്ടിട്ടല്ല പിള്ളേർ പഠിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, നിന്റെ ആൺസന്താനം ഉണ്ടല്ലോ സഞ്ജു, അവനാ ഈ ബുദ്ധിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ആൺസന്താനം എന്റെ മാത്രം മകനല്ല, നിങ്ങളതും കൂടിയാ. 85% പക്ഷെ നിന്റെ ബുദ്ധിയും 15% എന്റെ ബുദ്ധിയാ. അതിന് ഞാൻ ഖേദിക്കുന്നു. എന്തേ ഇപ്പൊ ഒന്നും പറയാനില്ലേ? എന്താ അമ്മയുടെ അടുത്ത് നല്ലപോലെ കിട്ടിയല്ലേ? നീ എങ്ങനെ കണ്ടു? നീ എങ്ങനെ? നിങ്ങളെ നടപ്പും സംസാരമൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. ഇന്നും ഇന്നലെയും കാണുന്നതല്ലല്ലോ ഞാൻ. നടപ്പും സംസാരം കൊണ്ടൊന്നും അല്ല, നീ അവിടെ ഒളിഞ്ഞു നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നല്ലേ? എനിക്ക് ആ പണിയില്ല ഒളിഞ്ഞു നോക്കൽ. ഒരു സത്യവാൻ സാവിത്രി കളി. എടീ നീ അതിന് തന്നെ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ